എല്ലാവർക്കും ഒരു ഹായ്. ഇന്ന് സോളാൻഡ് എപ്പിസോഡ് 75 ആരംഭത്തിൽ കാണിക്കുന്നത് സ്റ്റാർ ഫോറസ്റ്റിലെത്തിയ മാർഷൽ സോൾഹാള് വന്ന് നിന്നത് കാട്ടിലെ രാജാവായ എർമിങ്ങിനടുത്ത്. അവർക്കറിയാം ഈ എർമിങ് എന്നത് ഈ സെഞ്ചുറി മില്ലിയനും സോൾബിസ്റ്റാണ്. ഗുവാനോട് എർമിങ്ങിനെ നോക്കാനും ഓൾഡ് ഗോസ്റ്റ് ഷിയാബിനെ പിടിക്കാനും പ്ലാൻ ഇടുന്നു. അതുപോലെ തന്നെ ഗുവാൻ ഒരു മാർഷൽ സോൾ ഫോം എടുത്ത് റെഡിയായി നിൽക്കുന്ന സമയം ഓൾഡ് ഗോസ്റ്റ് സോൾ സ്കിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതെന്നത് ഒരു സ്പിരിറ്റ് അറ്റാക്കാണ്. ഒരുപാട് പ്രേതം വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ സൗണ്ട് ആകട്ടെ ഹൊറിബിളും. അത് അറ്റാക്ക് ചെയ്യുന്ന സമയം ഷിയാബിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ അടുത്തെത്തുന്ന സമയം തന്നെ എർമിങ് ഗ്രാവിറ്റി സ്കില്ല് യൂസ് ചെയ്ത് ഓൾഡ് ഗോസ്റ്റിനെ തറയിൽ പറ്റിച്ചു. അതുപോലെ ബാക്കിയുള്ളവർ മാർഷൽ സോൾ ഫോം എന്തൊരു സൗണ്ട് മാത്രം. ഓൾഡ് ഗോസ്റ്റിനെ വലിച്ചെടുത്ത് ഒറ്റ പഞ്ച്, പിന്നെ റോക്കറ്റ് പോണ പോലെ ഒരു പോക്ക്, പിന്നെ ഒരു പൊട്ടിത്തെറി. അത് കണ്ട് ചങ്കിനെ അടിച്ച ഗുവാൻ ഇഷ്ടപ്പെടും. ഒരു സോൾ സ്കില്ല് ഉപയോഗിക്കാൻ വന്നതും അടുത്ത അതിഥി അത് തന്നെ ഡാമിങ്. വാല് വെച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു വിട്ടേക്കാം എന്ന പോലെ ഒറ്റയാടി. ഗുവാനും തെറിച്ച് 7 അയലത്ത് പോയി വീഴുന്നു. അതൊക്കെ കണ്ട് നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. അവരുടെ മുന്നിലായിട്ട് അതാ നിൽക്കുന്നു ഡാമിങ്ങും എർമിങ്ങും. അവരാദ്യമായിട്ടാണല്ലോ ഈ സ്റ്റാർ ഫോറസ്റ്റിലെ കിങ്ങിനെയും എംപററിനെയും കാണുന്നത്. ഓൾഡ് ഗോസ്റ്റ് അപ്പോൾ തന്നെ ഉറക്കെ ഗുവാൻ എന്ന് വിളിച്ചിട്ട് മുന്നോട്ട് വരുന്നു. കാര്യം മനസ്സിലായതുപോലെ ഗുവാനും ഡാമിങ്ങിനോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് എർമിങ് തടയാൻ വേണ്ടി ചാടുമ്പോൾ അത് കണ്ട് ഷിയാവും ടാസനും ഞെട്ടി. ഗുവാനും ഓൾഡ് ഗോസ്റ്റും ചേർന്ന് ഒരു മാർഷൽ സോൾ ഫ്യൂഷൻ സ്കില്ല് ഉണ്ടാക്കി. അത് തന്നെ ബൈപ്പോളർ സ്റ്റാറ്റിക് ഫീൽഡ് എന്നൊരു സ്കില്ല്. അറിയാലോ, അത് നിൽക്കുന്ന സ്ഥലം മുഴുവൻ ഫ്രീസ് ആക്കി കളയും. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ അനങ്ങാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയ എർമിങ് ഷിയാവിനോട് ഓടിപ്പോകാൻ പറയുമ്പോൾ അവൾക്കതിന് കഴിയില്ല. അപ്പോൾ തന്നെ പിടിക്കാൻ ഓൾഡ് ഗോസ്റ്റ് എനിക്ക് കുറച്ച് സമയം മാത്രമേ പിടിച്ചു നിർത്താൻ കഴിയൂ, പെട്ടെന്ന് പിടി. അത് കേട്ട് എല്ലാവരും മാർഷൽ സോളും എടുത്ത് അവളെ പിടിക്കാനായിട്ട് പോകുന്നു. എന്നാൽ ഷിയാവ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് പോകുന്നത്. അപ്പോൾ തന്നെ ടാങ്സൺ റെഡിയായി. അവളെ കൊല്ലാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന സമയം ആ പവർ ഷിയാവ് പിടിച്ചു നിർത്താൻ നോക്കുന്നു. എന്നാൽ എത്ര നേരം ഒരുത്തൻ ചങ്ങല വെച്ച് ലോക്കാക്കിയിട്ട് ഷിയാവിനെ ട്രാപ്പാക്കി. അത് കണ്ട് ഷൂയിൻ പോകാൻ നിൽക്കുമ്പോൾ ടാങ്സൺ അവനെ ഒരു പവർ ഉപയോഗിച്ച് തള്ളുന്നു. അത് കണ്ട് യാനും ഹുലിനെയും ഞെട്ടിപ്പോയി. സോൾബോൺ വഴി ഡിക്റ്റേറ്റ് ചെയ്ത് ക്ലസ്റ്ററും ചേസിങ് ബോളും അതുപോലെ മറ്റേ വെപ്പൺ ഉപയോഗിച്ച് കൊല്ലാൻ നോക്കുന്നു. ആ വെപ്പൺ കണ്ട് ഷിയാവിന് അതിശയം. അതിലെ പോയിസൺ പുറത്തു വന്ന് അതുപോലെ നീഡിലും പുറത്തു വന്ന് ഒരുപാട് പേർക്ക് പരിക്കമേറ്റു. അവരെ വലിച്ചിട്ടിട്ട് ഡെത്ത് ഡൊമൈനും ബ്ലൂ സിൽവർ പ്ലാന്റും ഉപയോഗിക്കുമ്പോൾ ബ്ലൂ സിൽവർ പ്ലാന്റോ എന്ന് രണ്ടുപേരും ടാങ്സൺ സോൾബോണും പുറത്തെടുത്ത് ഷിയാവിനടുത്തേക്ക് വരുന്നത്. ഇതെല്ലാം നടക്കുന്നത് കുറച്ച് സെക്കൻഡുകൾ കൊണ്ടാണ്. അപ്പോഴാണ് അത് ടാങ്ങിനല്ല ടാങ്സൺ ആണ് എന്ന് മനസ്സിലായത്. അവർക്കാണെങ്കിൽ സങ്കടം ദേഷ്യം. എങ്കിലും ഷിയാവിന് വളരെയധികം ഹാപ്പി. 5 വർഷം കഴിഞ്ഞ് കാണുവാനല്ലോ അവൾക്ക്, അതും പ്രിയപ്പെട്ടവന്. അവൻ നമ്മളെ പറ്റിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഡെത്ത് കോഡ് മാർഷൽ സോൾ എടുത്ത് അറ്റാക്കിന് വരുമ്പോൾ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് സ്പൈഡർമാൻ പോലെ പോകുന്നു. ഹുലീനയ്ക്കാണെങ്കിൽ കൊടുത്ത ഒരു 1.5 അടി തന്നെയായിരുന്നു. ഷിയാവു ആണെങ്കിൽ ടാങ്സനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഒരുപാട് മിസ് ചെയ്തു. ഞാനും ഇതുവരെ കാണുമെന്ന് വിചാരിച്ചിരുന്നില്ല. അതിന് ഞാൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. അവർ പോകുന്നത് ഒരുപാട് സോൾ ബീസ്റ്റുകൾ ഉള്ള സ്ഥലത്തൂടെയാണ്. അതുകൊണ്ട് സേഫായ സ്ഥലം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പോകുന്നു. അതുപോലെ ടാങ്സൺ ഇടയ്ക്കിടയ്ക്ക് സോൾ ബോണും വെച്ച് നോക്കുന്നുണ്ട് അവിടെ ബീസ്റ്റുകൾ വലുതുണ്ടോ എന്ന്. അവർ പോകുന്നെങ്കിലും അവരുടെ പിറകെ തന്നെയാണ് മാർഷൽ സോൾ ഹാളിലെ ആദ്യം വരുന്ന ആൾക്കാർ. അവരും നമ്മളെ പിടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ നമുക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കാം, പണ്ട് ചെയ്തതുപോലെ. അതിന് ടാങ്സൺ നമ്മൾ ഫൈറ്റ് ചെയ്ത് എന്നെ എടുത്തോണ്ട് പോകേണ്ട അവസ്ഥ വന്നാൽ നീ ഓടി കൊച്ചോണം. അവളും അത് സമ്മതിച്ചു. വിചാരിച്ചതുപോലെ മാർഷൽ സോൾ ഹാളിലെ അവർ പിടിച്ചു. ഷിയാമോ ടാങ്സനും അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ മാറി പോകുന്നു. ഒരുപാട് നാൾക്ക് ശേഷമുള്ള ടീമായിട്ടുള്ള ഫൈറ്റാണ്. അവരെ കൊല്ലാൻ നോക്കുവാണോ അത് അവർക്ക് കൊടുത്ത റൊമാൻസ് ആണോ എന്ന് മനസ്സിലാകുന്നില്ല. അവളെ മാറ്റിയിട്ട് ഗോസ്റ്റ് ട്രേസ് ഉപയോഗിച്ച് മാറി. എന്നിട്ട് പിന്നും റൊമാൻസ് കാണിച്ച് അവിടെ നിന്ന് പോകുന്നു. എങ്കിലും അവർ പിറകെ തന്നെ ഉണ്ട്. ആദ്യം വന്നവനെ കേജ് വെച്ച് ലോക്കാക്കി. മറ്റവൻ നല്ല സ്പീഡിലാണ് വരുന്നത്. എല്ലാവരും പിന്നെ വരുമ്പോൾ ഷിയാബു പിന്നെ കാത്തിലിറങ്ങി അവനെ അടിച്ചിട്ട്. ടാങ്സൺ പ്ലാന്റ് വെച്ച് തടയാൻ നോക്കിയെങ്കിലും ഒരുത്തൻ സോഡ് വെച്ച് ടാങ്സനെ ട്രാപ്പാക്കി. അതിനുള്ളിൽ വെച്ചാണ് പിന്നെ ഫൈറ്റ്. അതേസമയം ഷിയാവും മറ്റവനെ അടിച്ചിടുന്നുണ്ട്. ടാങ്സനെ ചവിട്ടി പുറത്തു വിടുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇത് വേലയ്ക്കാകില്ല എന്ന് വിചാരിച്ച് ടാങ്സൻ്റെ ഗാമ ഇൻവിറ്റേഷൻ എടുത്ത് ഉപയോഗിക്കുന്നു. 2നെയും കൊന്നു. എത്രയേ ഉള്ളൂ. മണ്ണിനടിയിൽ കൂടി ഒരുത്തൻ വരുന്നു അറ്റാക്ക്. അവനാണെങ്കിൽ വളരെയധികം സ്പീഡും. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പിറയിൽ കൂടി വന്ന്
അവൻ്റെ നെഞ്ചത്ത് വെച്ച് ഒറ്റ പഞ്ച് കിട്ടിയാടാതെ എന്ന് പറഞ്ഞ് പ്ലാന്റ് വെച്ച് സോൾ ബോൺ പുറത്തെടുത്ത് അവനെ കൊന്നുകളഞ്ഞ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്ന് അവരെല്ലാവരെയും അടിച്ചും തടഞ്ഞൊക്കെ പോകുന്നു. ഷിയാവാണെങ്കിൽ അവളുടെ 5ാമത്തെ സോൾ സ്കിൽ ഉപയോഗിച്ച് അവനെ കൊല്ലാൻ നോക്കുന്നു. അതിൻ്റെ ഗുണം അവളുടെ സോൾ പവർ ഇരട്ടിയാക്കും. ടാങ്സൺ വിളിക്കുന്നത് കേട്ട് അവനെ കൊണ്ട് ടെലിപ്പോർട്ട് ചെയ്യുന്നത് അവനടുത്തേക്ക് വരുന്നു. അവനാണെങ്കിൽ അവൻ്റെ സോൾ ബോൺ വെച്ച് രണ്ടിനെയും ഒറ്റടിക്ക് കൊന്നു. അപ്പോഴേക്കും ടാങ്സന്റെ സോൾ പവർ ലിമിറ്റ് കഴിഞ്ഞു തുടങ്ങി. ആ ടൈമാണെങ്കിൽ കേജ് ലോക്കിലായവൻ പൊട്ടിച്ച് വരുമ്പോൾ ഷിയാവ് അപ്പോൾ തന്നെ ഇൻവിസിബിൾ ഗോൾഡൻ ഷീൽഡ് ബോഡി ഉപയോഗിച്ച് അത് തടുക്കുന്നു. എന്നിട്ട് വെപ്പൺ ഉപയോഗിച്ച് അവനെ മാറി മാറി ഷൂട്ട് ചെയ്യുന്നു. അവൻ മാറി മാറി പോകുന്ന ടൈം തന്നെ ഷിയാവ് ടാങ്സിനെ കൊണ്ട് പോയിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഹ്യൂമൻ ഫേസ്ഡ് സ്പൈഡർ അവരെ പിടിക്കാൻ നോക്കുന്നത്. അതിന് ഇൻവിസിബിൾ ആകാൻ കഴിയും. ആൾറെഡി ടാങ്സൺ തളർന്നാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് കട്ടായിട്ട് ഹുലീന അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ട് ഷോയുൻ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ ടാങ്സൺ തന്നെയാണ് ടാങ് എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. പിറകെ ഷോയിനുമുണ്ട്. ആദ്യം പോയ ആൾക്കാരുടെ പിറകെ വന്ന യാനും ബാക്കിയുള്ളവരും അവരെ കൊന്നിട്ടിരിക്കുന്നത് കണ്ട് ദേഷ്യം. അപ്പോഴാണ് ആ സ്പൈഡറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ആ സ്പൈഡറാണെങ്കിൽ ടാങ്സനെ ഷിയാവിനെയും അറ്റാക്ക് ചെയ്തത്. ടാങ്സനാണെങ്കിൽ സ്പിരിറ്റ് പവർ ഉപയോഗിച്ചിട്ട് ഇതിനെ നോട്ടീസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? അപ്പോഴാണ് ഷിയാവ് പറയുന്നത് ഒരു ഡെക്കേഡ് മില്യനും ഹ്യൂമൻ ബേസ്ഡ് സ്പൈഡർ ആണെങ്കിൽ ഇൻവിസിബിൾ ആകാൻ കഴിയും. സ്പിരിറ്റ് പവർ ഷീൽഡ് ബോഡി പോലെ ഉള്ളത് വെച്ച് തടയും. ഇത് 30,000 വർഷം പ്രായമുണ്ട്. അത് അഗ്രസീവോടെ ആകുന്നതിന് കാരണം ടാങ്സന്റെ സോൾ ബോണാണ്. അത് ആ ബീസ്റ്റിന്റെ ഫാമിലിയിൽ ഉള്ളതുകൊണ്ടൊന്നുമല്ല. ഒരു ഹ്യൂമൻ ഫേസ്ഡ് സ്പൈഡർ മറ്റൊരു ഹ്യൂമൻ ഫേസ്ഡ് സ്പൈഡറിനെ പോലും കണ്ടാൽ കൊല്ലാനാണ് നോക്കുക എന്ന് മാസ്റ്റർ പണ്ടങ്ങ് പറഞ്ഞിട്ടുണ്ട്. ടാങ്സിനടുത്ത് വരുമ്പോൾ അവ ചാടി അടിക്കാൻ വന്നതും ആ ടൈം അത് പിന്നും ഇൻവിസിബിൾ ആയി. പെട്ടെന്നൊരു അറ്റാക്ക്. അപ്പോഴേക്കും ഷിയാവ് ഇൻവിസിബിൾ ഗോൾഡൻ ഷീൽഡ് വെച്ച് തടയുന്നുണ്ട്. അധികം നേരെ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കി അവളെ കൊണ്ട് ഓടുമ്പോൾ അത് പിന്നെയും നിന്നെ തുപ്പും എന്ന പോലെ സ്പൈഡർ വെബ് ഉപയോഗിക്കുമ്പോൾ അവർ മാറിക്കളഞ്ഞു. അത് ഇൻവിസിബിൾ ആവുന്നതിന് കാരണം ടാങ്സിന് വെപ്പൺ ഉപയോഗിക്കാൻ പോലും കഴിയുന്നില്ല. അവരെത്രയൊക്കെ അടിച്ചിട്ടും നോക്കിയിട്ടും അതിനെ പിടിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അതൊരു സെൻസ് ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. അവരെങ്ങോട്ടാണ് ഓടുന്നത് എന്ന് പോലും അതിന് അറിയാം. ഒരു ടൈമിൽ അവരെ ചുറ്റുമായിട്ട് വല വെച്ച് ലോക്കാക്കി. തൊട്ട് മുകളിലായിട്ട് ആ സ്പൈഡർ. എന്ത് തന്നെ ആയാലും അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പോട്ടെ, അവർക്ക് നന്നായിട്ട് കിട്ടുന്നുമുണ്ട്. അവരതിനുശേഷം ഓടിപ്പോയി. അത് അഗ്രസീവോടെ അവരുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ടാങ്സിന് പരിക്ക് കാരണം ഷിയാവാണ് തടുക്കുന്നത്. അവളുടെ പരമാവധി നോക്കുന്നെങ്കിലും ഒരുവിധം തടഞ്ഞു നിർത്താനും നോക്കുന്നുണ്ട്. ആ സമയം ഇത് കറക്റ്റ് റൂട്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് യാനും ടീംസും വരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കാലിലും പുറത്തുമെല്ലാം ചവിട്ടി അവസാനം അതിനെ തറയിൽ പറ്റിച്ചു. ആ ടൈം തന്നെ ടാങ്സൺ പ്ലാന്റ് വിടുമ്പോൾ അത് തടഞ്ഞെങ്കിലും അത് പിന്നെ എഴുന്നേറ്റ് ഷിയാവുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിലെല്ലാം മാറിയെങ്കിലും അതിൻ്റെ കാല് അവളുടെ തൊട്ട് മുൻപിൽ വന്നെങ്കിലും അപ്പോൾ തന്നെ ടാങ്സൺ സ്പൈഡർ ബോൺ വെച്ച് അതിനെ കുത്തി. അതൊരു പവർ ഉപയോഗിച്ച് രണ്ടിനെ തെറിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അത് ഓടിപ്പോയി. ആ ടൈം ആൾറെഡി ടാങ്സൺ മുഴുവനായിട്ടും തളർന്നു പോയിരുന്നു. അവനെ എടുത്തുകൊണ്ട് ഷിയാവ് നടക്കുന്നു. അവർ ഏകദേശം സ്റ്റാർ ഫോറസ്റ്റിൻ്റെ വെടിയിലെത്തി. പെട്ടെന്നാണ് അവരുടെ അടുത്തൂടെ ഒരു ലാവ പോലുള്ള കല്ല് വന്ന് വീഴുന്നത്. നമ്മൾ ഒരുപാട് താമസിച്ചു പോയി. ഷിയാവ് അവനെ ഒന്ന് നോക്കുന്നു. തൊട്ട് മുമ്പ് ആ സ്പൈഡറിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഷിയാവിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു പീസ് കണ്ടുപിടിച്ച് കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി എന്ന് മനസ്സിലാക്കി പോകുന്നു. പിന്നെയാണ് ആ കല്ല് വന്ന് അവിടെ വീണത്. ഇനിയും ഓടിക്കോ, എവിടെ വരെ ഓടും എന്ന് കാണണമല്ലോ. ഇനി അങ്ങോട്ടൊരു ഫൈറ്റാണ്. ഞാൻ പറയുന്നതും കാണിക്കുന്നതായിട്ട് ഒരു വ്യത്യാസം കാണും. അത് ഇപ്പോൾ അറിയാം. ഡിലേ അല്ല, ഫൈറ്റ് സീനൊക്കെ മുഴുവൻ കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി വെപ്രാളപ്പെടേണ്ട, നിങ്ങളുടെ അവസാനം ഇന്നാണ് എന്ന് പറഞ്ഞ് അവൻ്റെ മാർഷൽ സോള് ആയ ഡെത്ത് ഗോഡിനെ പുറത്തെടുക്കുന്നു. ആ പാറകളെല്ലാം മാറി ആ രൂപത്തിലേക്ക് മാറിയെന്ന്. എല്ലാവരും പവർ ഉപയോഗിക്കാൻ പറയുമ്പോൾ ഇതെന്താടാ കളർ ബൾബോ എന്ന പോലെ എല്ലാവരും കൂടി ചേർന്ന് പവർ ഉപയോഗിക്കുന്നു. അതൊരു ഫ്യൂഷൻ സ്കില്ലാണ്. അത് ടാങ്സിന് നേരെ വിടുമ്പോൾ അപ്പോൾ തന്നെ ഷിയാവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സോൾ ബോണും പ്ലാന്റും വെച്ച് തടയാൻ നോക്കുന്നു. എന്നാൽ ആ ഫ്യൂഷൻ സ്കില്ല് അടുത്തേക്ക് വരുമ്പോൾ തന്നെ അതെല്ലാം പൊട്ടിപ്പോകാൻ തുടങ്ങി. വലത്തെ കൈ കൊണ്ട് ഹാമർ എടുക്കുന്നു. അതൊരു മിസ്റ്റേക്കാണ്. എന്നിരുന്നാലും ടാങ്സിൻ്റെ അവസ്ഥ കണ്ട് ഷിയാവിന് സങ്കടം തീർന്ന് എന്ന് വിചാരിക്കുമ്പോഴാണ് ഹൃദയമെടുപ്പ് കൂടി അവിടെ ഒരു ഗ്ലോ ആകുന്നത്. ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അവൻ്റെ സോൾ പവർ 60ലേക്ക് കടന്നു. അവനാണെങ്കിൽ 2 സോൾ ബിസ്റ്റിനെ തടയാൻ 2 ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ അവർ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ഒരു വഴിയുള്ളൂ, ആകാശം. ടാങ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഷിയാവ് നിൽക്കുമ്പോൾ അവളെ അക്വപഞ്ചർ പോലത്തെ മറ്റേ ലോക്കാകുന്ന
അത് വെച്ച് ആക്കിയിട്ട് അവളെ എടുത്ത് ആകാശത്തേക്ക് എറിയുന്നു. എന്നിട്ട് നീ രക്ഷപ്പെട്ടു പോ. അവരെ രണ്ടിനെയും പിടിക്കാൻ ചാടിയപ്പോഴാണ് അവളെ കണ്ട് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ അവരെ എല്ലാവരെയും കത്തി വെച്ചും പ്ലാന്റ് വെച്ചും തടഞ്ഞു. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മരിക്കുന്നെങ്കിൽ അങ്ങനെ എന്ന രീതിയിൽ അവരെ എതിർക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. എന്നാൽ എത്ര നേരം, കാരണം അവനൊരു സോൾ സ്കില്ല് പോലും ഉപയോഗിക്കാൻ കഴിയില്ല. സോൾ പവർ അവൻ്റെ ലിമിറ്റ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവൻ മാക്സിമം അടിച്ചിടാനാണ് നോക്കുന്നത്. എന്നാൽ അവരെല്ലാവരും സോൾ സെയിൻറ്റുമാണ്. അതുപോലെ അവരുടെ സോൾ പവർ ഒന്നും പോയിട്ടുമില്ല. ടാങ്ക്സിനെ നല്ല രീതിയിൽ പരിക്കേൽക്കുന്നു. അവന് പറ്റുന്ന രീതിയിൽ കൊല്ലാനും നോക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് പേരുണ്ടല്ലോ. സിയാവിന് പിടിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ടൈം അത് കണ്ട് സ്പിയർ വെച്ച് എറിഞ്ഞ് പൊട്ടിക്കുന്നു. അത് ആ പാറയിലടിച്ച് പൊട്ടിപ്പോയി. സിയാവ് ഇപ്പോഴും പൊങ്ങി പോകുക തന്നെ. എന്നിട്ട് പിന്നും വാരി പറക്കി അടി തന്നെ. അവനെ കൊല്ലാനായിട്ട് തന്നെ സിയാവിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പോലെ അവരെല്ലാവരും പിടിച്ചു നിർത്തുന്നു. ഓരോരുത്തരെയും അടിക്കുമ്പോൾ അടുത്തവൻ അപ്പോഴേക്കും ഞാൻ വന്ന് ചവിട്ടുന്നു. ബാക്കിയുള്ളവർ പിടിക്കാൻ പോകുന്നെങ്കിലും ടാങ്ക്സൺ അവൻ്റെ പരമാവധി നോക്കി. എന്നാൽ അവൻ്റെ സോൾ ബോൺ പിടിച്ചിട്ട് എൻ്റെ 2 അറ്റാക്ക് നീ തടഞ്ഞു എന്ന് പറഞ്ഞ് ജോയിൻറ്റ് സോൾ ബോണുകൾ പൊട്ടിക്കുന്നു. അത് ജീവൻ പോകുന്ന വേദനയാണ്. എന്നിട്ട് എല്ലാവരും കൂടി അവനെ അടിച്ച് ദൂരെ എടുത്ത് ചവിട്ടി എറിയുന്നു. അത് ടാൻഹോയ്ക്കും ആയിനും ഫീൽ ചെയ്തത്. ടാൻഹോ അപ്പോൾ നമ്മുടെ മകൻ അവനിപ്പോൾ നമ്മുടെ വിധി പോലെ ഫേസ് ചെയ്യുകയാണ്. അവൻ അവിടെ ചെന്ന് വീഴുമ്പോൾ ഷിയാവിനെ പിടിക്കാൻ വേണ്ടി അവർ പിന്നെ ഒരു ഫ്യൂഷൻ സ്കില്ല് ഉണ്ടാക്കി. അതിൻ്റെ കൂടെ ടാർഗറ്റും ചെയ്യുന്നുണ്ട്. അത് അടുത്തെത്താറാകുമ്പോൾ തന്നെ ടാങ്ക്സൺ പൊങ്ങി. എന്നിട്ട് അവൻ്റെ കാല് വെച്ച് തടയാൻ നോക്കുമ്പോൾ ഹുലീനെ എന്താ ചെയ്യുന്നേ എന്ന രീതി. അതുകൊണ്ട് കാര്യമില്ല എന്ന് യാനി. എന്നാൽ അവൻ അത് തടഞ്ഞു, കാരണം സോൾ ബോൺ. എന്നാൽ അത്രയും പവർ ആയതുകൊണ്ട് തന്നെ അവൻ്റെ കാല് നഷ്ടപ്പെട്ടു. ടാങ്ക്സൺ ആണ് എന്ന് അറിഞ്ഞിട്ടും അവൾക്ക് ഇപ്പോഴും അവനോട് ഫീലിങ്സ്. അതോടെ അതേപോലെ ഷിയാവ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് കരച്ച്. എന്നിട്ട് ടാങ്ക്സൺ അവൻ്റെ സോൾ ബോൺ പീസുകൾ തൂക്കിയെടുത്ത് എറിയുന്നു. ആ വരുന്നത് ബാക്കിയുള്ളവർ മാറുമ്പോൾ ഷിയാവിനെ നോക്കി ഒരു ലുക്ക്, ഞാൻ പ്രോമിസ് തന്ന എന്നതുപോലെ. ആ ബോണ് കറങ്ങി വന്ന് അവൻ്റെ നെഞ്ചിൽ കുത്തുന്നു. മരിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. അതെല്ലാം കണ്ട് എല്ലാവരും ഷോക്കായി. പെട്ടെന്ന് അവരുടെ ഇമാജിനേഷനിൽ ഷിയാവ് അവിടെ കണ്ണു തുറക്കുമ്പോൾ അവരുടെ ചുറ്റിനുമായിട്ട് ഇത്രയും നാൾ അവർക്കിടയിലുണ്ടായിരുന്ന എല്ലാ ബെസ്റ്റ് മൊമെൻറ്റും കാണാം. അവിടെ ടാങ്ക്സൺ അവിടെ കിടക്കുന്നു. അവൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടതും കാണാം. ടാങ്ക്സൺ വന്നിട്ട് ഇത് ഫ്ലൈയിങ് സോൾ ബോൺ ആണ്, നീ ഈ സോൾ ബോൺ വെച്ച് രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകുന്നു. കൂടാതെ അവൾ ചെറുപ്പത്തിൽ കൊടുത്ത വാക്ക്, എന്നെ ഒരുപാട് പേര് കൊല്ലാൻ വന്നാലോ, നമ്മളെ എതിർക്കാൻ കഴിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഓർക്കുന്നു. ആ വാക്കിൻ്റെ അർത്ഥം ഇപ്പോഴാണ് കാണിക്കുന്നത്. ആദ്യം എന്നെ കൊന്നിട്ട് നിൻ്റെ അടുത്തേക്ക് വരും എന്ന് പാസ്റ്റും പ്രസൻറ്റിലും പറയുന്ന ടാങ്ക്സൻ്റെ വോയിസും. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് അവനിന്നെ കാണാൻ കഴിയില്ല എന്ന സങ്കടത്തോടെ അവൻ്റെ മുഴുവൻ പവേഴ്സ് യൂസ് ചെയ്ത് സാക്രിഫൈസ് ചെയ്യുന്നു. ആ വരുന്ന പവേഴ്സ് അവൻ്റെ ശരീരത്തിലേറ്റ് വാങ്ങി അവനവിടെ മരിക്കുന്നു. അങ്ങനെ ടാങ്ക്സൺ അവിടെ മരിച്ചു. ഹുലീനയാണെങ്കിൽ താങ്ങാനാവാതെ അവിടെ വീണുപോയി. ഇതെല്ലാം കണ്ടു നിന്ന ഷിയാവ്, ഇതെല്ലാം കണ്ട് യാനിന് ഹാപ്പി. അവൻ്റെ ആഗ്രഹം ഹുലീന, ഇനി അവൾ ഫ്രീ ആണല്ലോ. ബ്രദർ, ഈ സമയം നിൻ്റെ പ്ലാൻ സക്സസ് ആകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൾ സാക്രിഫൈസ് ചെയ്യാൻ ഒരുങ്ങുന്നു. അതിൻ്റെ പവർ കൊണ്ട് തന്നെ ഒരു ഡോം ഉണ്ടായി. അത് എർമിങ്ങിനും അതുപോലെ ഡാമിങ്ങിനും ഫീൽ ചെയ്തു. ആൾറെഡി വീക്കായ സ്കില്ല് വളരെ പവർ ഉപയോഗിച്ച് പൊട്ടിച്ച് പോകുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഓൾഡ് കോസ്റ്റ് അതിന് അവിടെ നിന്നാണ്. അപ്പോൾ അത് ഒരു പിങ്ക് കളർ താഴേക്ക് വന്ന് വീഴുമ്പോൾ അതിൽ നിന്നവരെല്ലാവരെയും തൂക്കിയെടുത്ത് എറിഞ്ഞു. അപ്പോൾ ഷോയിൻ ആ സെഞ്ചുറി മില്യനെ സോൾ വെസ്റ്റ് സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് അത്. അപ്പോഴേക്ക് എർമിങ്ങും ഡാമിങ്ങും അവിടെ എത്തി. അതുപോലെ ഗുവാനും ഓൾഡ് കോസ്റ്റും. അതുകൊണ്ട് സെഞ്ചുറി മില്യനെ സോൾ റിങ് ഇനി അത് നമുക്ക് കിട്ടില്ല എന്ന് ഗോൾഡ് കോസ്റ്റ്. 5 വർഷം കൊണ്ട് കാണാതെ ഇപ്പോൾ അവളെ തേടിയെത്തിയിട്ട് അവനുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന മൈൻഡോടെ നിന്നപ്പോൾ അത് ഇങ്ങനെയായി. അവൾ സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണ് ടാങ്ക്സൻ്റെ അമ്മയെ പോലെ. ഇത് ഡിഫറൻ്റ് ആണ്. ഇത് ഫ്ലെക്സിബിൾ ബണ്ടിയാണ്. ഡീപ്പായിട്ടുള്ള മരണ വഴിയാണ് ഇവൾ എടുത്തത്. ടാങ്ക്സൻ്റെ അമ്മ സാക്രിഫൈസ് ചെയ്തത് സോൾ റിങ് ആണ്. എന്നാൽ ഇവൾ അവളുടെ ആത്മാവിനെ കൂടിയാണ് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കുക. അവളുടെ ആത്മാവിനെ സോൾ റിങ്ങുമായിട്ട് ചേർത്ത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ടാങ്ക്സൻ്റെ സ്ട്രെങ്തോ അല്ലെങ്കിൽ സോൾ റിങ് ആവശ്യമായ ലെവലോ ഒന്നും വേണ്ട. ഈ ഫ്യൂഷൻ സ്കില്ല് ചെയ്താൽ ടാങ്ക്സൺ ഉറപ്പായും വിജയിക്കും. എന്നാൽ ടാങ്ക്സനും ടാൻഹോയിൽ നിന്നും വ്യത്യാസമുണ്ട്. അതുപോലെ ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്റർ വരെയുള്ള ദൂരവും. ഈ സിറ്റുവേഷനിൽ ടാങ്ക്സൺ സെഞ്ചുറി മില്യനെ സോൾ റിങ് അബ്സോർവ് ചെയ്യുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. അപ്പോൾ ഷിയാവോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇനി ഒരിക്കലും പുനർജനിക്കില്ല. അത് കേട്ട് ഹുലിനെ ഞെട്ടി. കാരണം അവളുടെ ആത്മാവിനെയാണല്ലോ കൊടുത്തത്. ആയിൻ്റെ ആണെങ്കിൽ സോൾ റിങ് മാത്രമാണ് കൊടുത്തത്. അതുകൊണ്ടാണ് പഴയ രൂപത്തിലേക്ക് മാറിയത്.
അവരവിടെ നിന്ന് പോകുന്ന സമയം ഷിയാവാണെങ്കിൽ അവിടെ നിന്ന് പൂക്കളെയൊക്കെ വെച്ച് ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതുവഴി കയറി വരുമ്പോൾ ഇത് വെറുത്താണോ എന്ന് എർമി അതെ. അതിനുശേഷം ഓടി ചാടി വരുന്നു. അവൻ്റെ അടുത്തെത്തിയിട്ട് ബ്രദർ നീ വിചാരിച്ചോ നീ ഇവിടെ നിന്ന് പോയാൽ ഞാനിവിടെ ജീവനോടെ നിൽക്കുമെന്ന്? ഒരിക്കലുമില്ല എന്ന ഡയലോഗും അതുപോലെ അവളുടെ ആത്മാവും സോൾഡറും അവനായിട്ട് ചേർന്നു. അവളുടെ പവറെല്ലാം അവൻ്റെ ശരീരത്തിലേക്ക് കയറ്റാനും തുടങ്ങി. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ എന്ന് പറഞ്ഞ് ആ ഫ്ലൈയിങ് സോൾ ബോൺ എടുത്ത് അവൻ്റെ കൈകളിൽ വെച്ച് ആ സോൾ ബോണും വെച്ചിട്ട് പവറും കൊടുത്തപ്പോൾ അവന് പുതിയ കാലും വന്നു. അതുപോലെ അവൾ പയ്യെ മറയാനും തുടങ്ങി. അവൾക്ക് വേണ്ടി സോൾ ബോണും അവൻ്റെ ജീവനും കൊടുത്തു. അവന് വേണ്ടി അവളുടെ ജീവനും സോൾഡറും കൊടുത്തു. അവർ തന്നെയാണ് പെർഫെക്റ്റ് ജോഡി എന്ന് മനസ്സിലാക്കി അവൾ പോകുന്നു. അവനാണെങ്കിൽ ട്രാപ്പായ സ്ഥലത്ത് വേണ്ട എന്ന രീതിയിൽ അവിടെ പയ്യെ സോൾഡറിങ് രൂപപ്പെടാനും തുടങ്ങി. അതുപോലെ ആ ലൈറ്റ് ടാനിക്കോയും കണ്ട്, കാരണം സ്റ്റാർ ഫോറസ്റ്റിന് ഏകദേശം അടുത്താണല്ലോ, അവർ ഏകദേശം പുറത്തിറങ്ങി. ബാക്കിയുള്ളവർക്ക് അറിയില്ല. അവളാണെങ്കിൽ ഒരു സങ്കടത്തോടെയും എന്നാൽ സന്തോഷത്തോടെയും, കാരണം അവൻ ഇനി ജീവിക്കുമല്ലോ എന്ന സന്തോഷം. അതുകൊണ്ട് തന്നെ ഓടി വന്ന് ഒരു ഉമ്മ കൊടുക്കാൻ വരുന്നു. എന്നാൽ അടുത്തെത്തിയപ്പോഴേക്കും അവൾ പൂർണ്ണമായിട്ടും മറഞ്ഞുപോയി. അങ്ങനെ ഈ സീരീസിലെ ഹീറോയിൻ അവിടെ മരിക്കുന്നു. അതുപോലെ അവന് ഒരു സെഞ്ചുറി മില്യനും അഥവാ 6ാമത്തെ സോൾഡറിന് ഒരു റെഡ് സോൾഡറിന് അവന് കിട്ടി. അതുവഴി ഹാർട്ട് ബ്രോക്കൺ ഫ്ലവർ പോകുന്നത് കാണാം. ആ ഫ്ലവറിന്റെ പാസ്റ്റിലെ പോലെ തന്നെയാണ് ഇതും. ഹ്യൂമന് ഫെയറി ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഫെയറി ആ ലോകത്ത് നിന്നും പോകുന്നു. അതുപോലെ ഹ്യൂമനും ബീസ്റ്റും ഒരുമിച്ച് കഴിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സിയാവ് ആ ലോകത്ത് നിന്നും പോകുന്നു. അതോടെ സോൾലാൻഡ് എന്ന സീരീസിന്റെ 74ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകും എന്നത് അടുത്ത എപ്പിസോഡുമായിട്ട് വരെ. ഓക്കെ, ബൈ.